ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 1. തനിക്ക് ചുറ്റും ഉയർന്നു കേൾക്കുന്ന വന്യജീവികളുടെ ശബ്ദവും കൂരിരുട്ടും അയാളിൽ ഭയം നിറച്ചു. വിശപ്പും ദാഹവും അയാളുടെ ശരീരത്തെയും ഏതു നിമിഷവും തന്റെ മരണം സംഭവിക്കാമെന്ന ചിന്ത അയാളുടെ മനസ്സിനെയും തളർത്തി. സമ്പന്നതയിൽ ജനിച്ചു വളർന്ന് പണത്തിന്റെ ഹുങ്കിൽ ചെയ്യാവുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും കാണിച്ച് ജീവിച്ചിരുന്ന തനിക്ക് സാധാരണ മനുഷ്യന്മാരോട് പുച്ഛവും അറപ്പുമായിരുന്നു. എത്രയോ പേരെ പാവപ്പെട്ടവനായതിന്റെ പേരിൽ മനഃപൂർവ്വം ദ്രോഹിച്ചിരുന്നു. അങ്ങനെയുള്ള തന്റെ ഇന്നത്തെ അവസ്ഥ ആലോചിക്കും തോറും അവന് സ്വയം വെറുപ്പ് തോന്നി. അവന്റെ കണ്ണുകൾ ആ അവസ്ഥയിലും ചുറ്റും ഓടി നടന്നു. ദിവസങ്ങളായി ഈ റൂമിനകത്ത് കസേരയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് വെള്ളവും ആഹാരവും വെളിച്ചവുമില്ലാതെ ഒന്നനങ്ങാൻ പോലും വയ്യ. ശരീരത്തിനൊപ്പം മനസ്സു ക്ഷീണിച്ചിരിക്കുന്നു. സ്വന്തം വിസർജ്യത്തിന്റെ ദുർഗന്ധം ശ്വസിച്ച് നിസ്സഹായനായി ഇരിക്കുമ്പോഴും അവന്റെ മനസ്സ് തന്റെ ശത്രു ആരായിരിക്കും, അടുത്തത് എന്ത് സംഭവിക്കും എന്ന ചിന്തയിലായിരുന്നു. ഇവൻ മെൽവിൻ തോമസ്, പ്ലാന്ററായ തോമസിന്റെയും ഭാര്യ മേരി തോമസിന്റെയും ഒരേയൊരു മകൻ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൻ, കൈ നിറയെ പണവും മാതാപിതാക്കൾ ഒരേ ഒരു മകൻ എന്ന നിലയിൽ നൽകിയ അമിത വാത്സല്യവും അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ തിരുത്താതെ അതിനു നേരെ കണ്ണടച്ചതും കോളേജ് കാലഘട്ടത്തിൽ അവനെത്തിയതും അവനെ മുഴുവനായും വഴിതെറ്റിച്ചിരുന്നു. തന്റെ അതേ സ്വഭാവത്തോടു കൂടിയ 3 കൂട്ടുകാരെ കിട്ടിയതും പിന്നീട് അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഒരിക്കലും തിരുത്താനും ആരാലും ക്ഷമിക്കാനും പറ്റാത്തതായിരുന്നു. മദ്യവും മയക്കുമരുന്നും പെണ്ണും എന്തിന് തങ്ങളുടെ പ്രവൃത്തികൾക്കെതിരെ നിൽക്കുന്നവരെ കൊന്നുകളയുക വരെ ചെയ്തിട്ടുണ്ടവർ. ഒരിക്കലും ഒരു പശ്ചാത്താപവും തോന്നിയിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞ് അപ്പന്റെ ബിസിനസ് ഏറ്റെടുത്തിട്ടും സ്വഭാവത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. തന്റെ PA ആയി പുതുതായി ജോയിൻ ചെയ്ത പെണ്ണിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവളുടെ ശരീരം സ്വന്തമാക്കണം എന്ന മോഹം തോന്നി. ആവശ്യം അവളെ അറിയിച്ചതും അവൾ ശക്തമായി എതിർത്തു. അതോടെ മോഹം വാശിയായി മാറി. കാൽ കാശിന് വിലയില്ലാത്തവർക്ക് ഒരു രാത്രിക്കായി ലക്ഷങ്ങൾ ഓഫർ ചെയ്യുമ്പോൾ അതിൽ മുട്ടുമടക്കി തനിക്ക് വഴങ്ങിത്തരും എന്ന് കരുതിയെടുത്ത് അവൾ പ്രതികരിച്ചത് തന്റെ കവിളിൽ ആഞ്ഞടിച്ചായിരുന്നു. അതോടെ അവളുടെ ശരീരം ഒരു ദയവുമില്ലാതെ പിച്ചി ചീന്തുവാൻ ഉറപ്പിച്ചു. അവളുടെ വീട്ടുകാരുടെ ജീവൻ എടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അവളെ തന്റെ ഗസ്റ്റ് ഹൗസ് വരെ എത്തിച്ചു. തന്റെ വാശി ഒരിക്കൽ കൂടി ജയിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ഒരുപാട് മദ്യപിച്ചു. റൂമിൽ ഒരു മൂലയിൽ പേടിച്ചരണ്ടു നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും ശരീരം ചൂടുപിടിച്ചു. തന്റെ മുന്നിൽ നിറക്കണ്ണുകളാലെ കൈകൂപ്പി മാനത്തിനു വേണ്ടി കീഴുന്നവളെ കണ്ടതും പുച്ഛത്തോടെ അവൾ ബലം പ്രയോഗിച്ച് അവൾ അതരങ്ങൾ സ്വന്തമാക്കാൻ തുടങ്ങിയ നിമിഷം തന്റെ പിൻതലയിൽ ശക്തമായി പ്രഹരമേറ്റതും ഒരുമിച്ചായിരുന്നു. ബോധം വരുമ്പോൾ താൻ ഈ റൂമിലായിരുന്നു. തന്നെ ആരോ ബന്ധിച്ചിരുന്നു. ആരാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നത് ഇപ്പോഴും അറിയില്ല. ഇതേതാണ് സ്ഥലം എന്നോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതോ എന്നോ അറിയില്ല. ഇവിടെ വന്നതിൽ പിന്നെ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല. ചുറ്റും കേൾക്കുന്ന ജീവികളുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം മാത്രം. ഓരോന്നും ചിന്തിച്ചിരിക്കെ പുറത്ത് വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും മെൽവിൻ കണ്ണുകൾ വലിച്ചു തുറന്നു. പുറത്തുനിന്ന് കേൾക്കുന്ന കാലടികളുടെ ശബ്ദത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആളുകൾ താനിരിക്കുന്ന മുറി ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നവന് മനസ്സിലായി. അവന് ആശ്വാസം തോന്നി. ആര് തന്നെയായാലും മനുഷ്യന്മാരാണ് വരുന്നത് എന്നത് ഇത്രയും ദിവസത്തെ ഭയാനകമായ ഒറ്റപ്പെടലിൽ നിന്നും മുക്തി നൽകുമല്ലോ എന്നവന് തോന്നി. വാതിലിന്റെ കുറ്റിയെടുക്കുന്ന ശബ്ദം കേട്ടതും വരുന്നവരെ കാണുവാനായി മെൽവിൻ അവിടേക്ക് നോക്കിയിരുന്നു. റൂം തുറന്ന് അകത്തേക്ക് ആദ്യം കടന്നത് കുറച്ച് ആണുങ്ങളായിരുന്നു. മുറിയിൽ ഇരുട്ടായതിനാൽ അവരുടെ മുഖം അവന് വ്യക്തമല്ലായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്? ആരാ നിങ്ങള്? എന്നെ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നേ? പണമാണോ നിങ്ങൾക്ക് വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ്, എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല. എന്നെ ഒന്ന് അഴിച്ചുവിട്. അവരെ കണ്ടതും മെൽവിൻ പൊട്ടിത്തെറിച്ചു. എന്നാൽ വന്നവരിൽ ആരും തന്നെ അവന് മറുപടി നൽകിയില്ല.
തനിക്ക് ചുറ്റും തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം തോന്നി. പറയടാ, ആരാടാ നിന്റെയൊക്കെ പിന്നിൽ? ഏതവൻ പറഞ്ഞിട്ടാടാ എന്നെ പിടിച്ചു കൊണ്ടുവന്നത്? നിനക്കൊന്നും ഞാൻ ആരാണെന്ന് ശരിക്കറിയില്ല. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, പിന്നെ നീയൊന്നും ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. ശരീരത്തിന്റെ തളർച്ചയിലും അവൻ അവരെ നോക്കി അലറി. ഹ, മെൽവിൻ സർ, ഇങ്ങനെ ഒച്ച വെക്കാതെ. കഴിഞ്ഞ 7 ദിവസമായി വായു അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന ഓർമ്മ വേണം. വല്ലാതെ ശൗര്യം കാണിച്ചാൽ സാറിന് തന്നെയാ കേട്, അത് മറക്കണ്ട. ഒരു പെൺശബ്ദം കേട്ടതും മെൽവിൻ മുഖം തിരിച്ചു നോക്കിയതും തനിക്ക് നേരെ നടന്നു വരുന്നവളെ കണ്ടു. അവൾ മുറിയിലേക്ക് വന്നതോടുകൂടി മുറിയിൽ പ്രകാശവും നിറഞ്ഞു. പെട്ടെന്ന് പ്രകാശം പരന്നതും കണ്ണു പൊളിച്ച് മെൽവിൻ കണ്ണുകൾ അടച്ചു. എന്നാൽ തന്റെ ശത്രുവിനെ കാണാനുള്ള തിടുക്കത്തിൽ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ മെൽവിൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു പെണ്ണിനെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നവന് മനസ്സിലായി. എടി, ഏതാടി നീ? നീയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാ നീ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നത്? നിന്നെ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തിനാണ് നിനക്ക് എന്നോട് ശത്രുത? അവന്റെ ചോദ്യം കേട്ടതും അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നീ പറഞ്ഞത് സത്യമാണ്. നമ്മൾ നേരിട്ട് കാണുന്നത് ആദ്യമായി തന്നെയാണ്. നിന്റെ ശത്രു ഞാനല്ല. അയാൾ വരുന്നതിന് മുന്നേ ചില തയ്യാറെടുപ്പുകൾ നടത്താൻ വന്ന ആൾ മാത്രമാണ് ഞാൻ. സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കൂടുതൽ വേദന നീ അനുഭവിക്കേണ്ടി വരും. ആരടി അവൻ? ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കാതെ എന്റെ മുന്നിലേക്ക് വരാൻ പറയ്. ജീവനോട് വിടില്ല ഞാൻ അവനെ. കളിക്കുന്നത് മെൽവിനോടാണ്. പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. എത്ര പറഞ്ഞിട്ടും അവന് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. ഹ, ആ ശത്രു പെട്ടെന്ന് നിന്റെ മുന്നിലേക്ക് വരാതെ ഇരിക്കുന്നതാവും നല്ലത്. വന്നാൽ നിന്റെ മരണം അത്രയും നേരത്തെ ആയി പോകും. നീയൊക്കെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് പരമാവധി അനുഭവിച്ചു വേണം നീയൊക്കെ ചാവാൻ. അവളുടെ വാക്കുകൾ കേട്ട് ദേഷ്യം നുഴഞ്ഞു പൊന്തിയതും വായിൽ വന്ന് തെറി അവളെ വിളിക്കാൻ മുതിർന്നതും ശക്തമായി ചവിട്ടേറ്റ് അവൻ ഇരിക്കുന്ന കസേരയടക്കം പിന്നിലേക്ക് മറിഞ്ഞതും ഒരുമിച്ചായിരുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തമായി അനുഭവപ്പെടുന്ന വേദനയ്ക്കിടയിലും മെൽവിൻ പ്രയാസപ്പെട്ട് തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖം കണ്ടതും അവൻ ഞെട്ടിത്തെറിച്ചു. അപ്പോഴേക്കും ആ റൂമിലുണ്ടായിരുന്ന ഗുണ്ടകൾ അവന് നേരെ ഇരുത്തി. നീയോ? മുന്നിൽ നിൽക്കുന്ന ആളാണ് തന്റെ ശത്രു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവൻ മിഴിഞ്ഞ കണ്ണുകളോടെ ചോദിച്ചുപോയി. അവൻ ഇപ്പൊ നടക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് സംശയമായി. ഒരിക്കലും തന്റെ ശത്രുപക്ഷത്ത് താൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ. അപ്പോ നീ എന്നെ മറന്നിട്ടില്ല. നിന്നെയും നിന്റെ കൂട്ടുകാരുടെയും കൈകളാൽ ഒരുപാട് പേരുടെ ജീവിതം നശിച്ചിട്ടുള്ളതുകൊണ്ട് എന്നെ പെട്ടെന്ന് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അത് പറയുമ്പോൾ ആ ശബ്ദത്തിൽ വല്ലാത്ത പക നിറഞ്ഞിരുന്നു. തന്റെ ശത്രുവിന്റെ ഉറച്ച വാക്കുകൾ കേൾക്കും തോറും വർഷങ്ങൾക്ക് മുന്നേ തന്റെ മുന്നിൽ ജീവന് വേണ്ടി കാലു പിടിച്ചു കരഞ്ഞ ആളുടെ മുഖം ഓർമ്മ വന്നു. അതൊന്നും വില കൽപ്പിക്കാതെ അയാളോട് ചെയ്ത ക്രൂരത ഓർമ്മ വന്നു. അവനിൽ മരണഭയം നിറഞ്ഞു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം. എന്ത് ചോദിച്ചാലും തരാം. എന്നെ വെറുതെ വിടണം. അവന്റെ വാക്കുകൾ കേട്ടതും വന്നയാൾ അവന്റെ മുഖത്തിന് നേരെ മുഖം കുനിച്ചു. നീ എന്തു തരുമോ? അയാൾ ചോദിച്ചതും എന്തും കൊടുക്കാൻ മാത്രം സമ്പന്നനാണ് താൻ എന്ന ചിന്ത അവനിൽ അഹങ്കാരമുണ്ടാക്കി. തരാം, എന്തു വേണമെങ്കിലും തരാം. ശരി, എങ്കിൽ 4 വർഷം മുന്നേ നീയും നിന്റെ കൂട്ടുകാരനും ചേർന്ന് എനിക്കുണ്ടാക്കിയ നഷ്ടം തിരിച്ചു താ. ആ വാക്കുകൾ അവനിൽ പകപ്പ് നിറച്ചു. തനിക്ക് എന്നല്ല ഒരാൾക്ക് പോലും ആ നഷ്ടം തിരികെ കൊടുക്കുവാൻ കഴിയില്ല എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. തിരിച്ചു താടാ, നീയൊക്കെ കൂടി ഇല്ലാതാക്കിയ എന്റെ മാനം. അവളുടെ ശബ്ദം ആ റൂമിൽ അലയടിച്ചു. അവളുടെ കണ്ണുകളിലെ രക്തവർണം, അവളുടെ മുഖത്തെ ശൗര്യം അവനെ ഭയപ്പെടുത്തി. ആ നിമിഷം
അവൾ ലോകം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ കഴിവുള്ള ദുർഗയായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് ഭയം തോന്നി. അവന്റെ മുഖം കുനിഞ്ഞു. കഴിയില്ല അല്ലേ? നിനക്കോ നിന്റെ കൂട്ടുകാർക്കോ എനിക്കുണ്ടായ നഷ്ടം തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ കാരണം ഞാൻ അനുഭവിച്ച പ്രാണൻ പോകുന്ന വേദന തിരിച്ചു തരാൻ എനിക്ക് കഴിയും. അനുഭവിപ്പിച്ചിരിക്കും നിങ്ങളെ ഞാനത്. അവളുടെ ഉറച്ച വാക്കുകളിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ തങ്ങളുടെ മുന്നിൽ പേടിച്ചരണ്ടു നിന്ന പെണ്ണല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നവന് മനസ്സിലായി. അവന്റെ മുഖത്ത് ഭയം നിറയുന്നത് ക്രൂരമായ ചിരിയോടെ അവൾ കണ്ടുനിന്നു. തിരിഞ്ഞ് തനിക്ക് പിന്നിൽ നിൽക്കുന്നവരെ നോക്കിയതും അവർ വന്ന് അവന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിയതും മെൽവിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു. സംശയിക്കേണ്ട മെൽവിൻ, ഈ കഴിഞ്ഞ 7 ദിവസവും നീ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നില്ല. നിനക്ക് കൂട്ടിന് നിനക്കടുത്ത് തന്നെ ഒരാൾ കൂടിയുണ്ടായിരുന്നു, നിന്റെ പ്രിയ സുഹൃത്ത്. കാണേണ്ടി നിനക്കവനെ. അവളുടെ ചോദ്യം കേട്ടതും അവന്റെ ശരീരവും മനസ്സും ഭയത്താൽ വിറച്ചു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുഖം മനസ്സിലേക്ക് ഓടി വരവേ അവനിൽ ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്ന ചിന്ത അവനെ തളർത്തി. അവളുടെ അനുവാദം കിട്ടിയതും മെൽവിനെയും കൊണ്ട് അവർ ആ റൂമിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു. ദേഹം തളർന്നു പലപ്പോഴും വീണു പോകുവാൻ തുടങ്ങിയെങ്കിലും അവൻ ശ്രമപ്പെട്ട് മുന്നോട്ട് നടന്നു. അവനെ ഇരുത്തിയിരിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറി തുറന്ന് അകത്തേക്ക് കടന്നു. അവിടുത്തെ ലൈറ്റ് ഇട്ടതും മുന്നിലെ കാഴ്ച കണ്ട് മെൽവിൻ റൂമിന്റെ ഒരു മൂലയിലേക്ക് ഓടി ഛർദിച്ചു. അവനെപ്പോലെ തന്നെ അവിടുത്തെ കാഴ്ച കാണാൻ കഴിയാതെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയടക്കം കണ്ണടച്ചു. എന്നാൽ അവൾ മാത്രം ആ കാഴ്ച കൺനിറയെ കണ്ടു. വർഷങ്ങൾക്ക് മുന്നേ തന്റെ ദേഹത്ത് അവന്റെ കൈ പതിഞ്ഞ തന്റെ ശരീരത്തിൽ പുഴു അരിച്ച പോലെ താൻ അനുഭവിച്ച വേദന ഇന്ന് അവന്റെ ദേഹം മുഴുവൻ പുഴുക്കളാൽ ഭോജിക്കപ്പെട്ട് മരണം വരിച്ച് കിടക്കുന്നവനെ കാണുകയെ താൻ അനുഭവിച്ച വേദന അവന് നൽകാൻ കഴിഞ്ഞ സംതൃപ്തി അവളിൽ നിറഞ്ഞു. ആരും കണ്ടാൽ അറയ്ക്കുന്ന ആ കാഴ്ച കണ്ട് ആസ്വദിച്ചു നിൽക്കുന്നവളെ കാണുകെ തന്റെ മരണവും അത്രയും ഭയാനകമായിരിക്കുമെന്ന ചിന്ത മെൽവിനെ വേട്ടയാടി.